കുറെ നാളുകൾക്ക് ശേഷമല്ലേ? എത്ര നാളായി നാട്ടിൽ പോയിട്ടേ ക്ഷീണമായിരുന്നു. ഇപ്പൊ ഒരു ഉഷാറൊന്നുമില്ല ഇവിടെ വന്നപ്പോ. അടിപൊളി കിടുക്ക സ്ഥലം, വൈബ് സ്ഥലമല്ലേ. ഇതിന്റെ അപ്പുറം താഴെ നമ്മള് നായട്ടിന്റെ സ്ഥലം താഴെയാണല്ലോ. തരണക്ക് ബുള്ളെന്നൊക്കെ പറയുമ്പോ കണ്ട ട്രാക്ടറിന്റെ മുകളിലാ ബുള്ളിനെ കയറ്റി വെച്ചിട്ടുള്ളത്. അതുപോലത്തെ പുള്ള ആൾക്കാർ പുറത്ത് കയറി കുസ്തി പിടിക്കല്ലേ ഈ സാധനത്തിന്റെ. ആ സാധനം അതിന്റെ പേരെനിക്ക് അറിയത്തില്ല. അത് കൂട്ട സാധനം താഴെ നിൽക്കുന്നത്. തള്ളിന് നിനക്ക് ആരാടാ പൈസ നാളെ വീഴ്ച തരാം, അപ്പൊ മനസ്സിലാവും. ഉറപ്പാണോ? ബിഗ് ബുള്ള് നാളെ വീണിരിക്കും. ഇവിടെ എത്ര മാനം നിക്കണ്ടറിയോ? അതേ നിക്കണ്ട് ചേട്ടാ വേറെ കാണിച്ചു തരാം. അഴയിലേക്ക് വെക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഷഡ്ഡി ഉണക്കാൻ ഇടുന്ന അവിടെ മാനിന്റെ തുണി. പാപ്പനും കോഴിയും ഫ്രെയിമിൽ ഒരുമിച്ചിട്ടാ കൊള്ളാം. പാപ്പനും കോഴിയും ഒരുമിച്ച് നമുക്ക് എത്തണം. മലയടിവാരം ഇറങ്ങണം. പെലാടിമാരോ? അടിവാരത്തേക്ക് ഇല്ലണം. നമുക്ക് 8 കിലോമീറ്റർ ഉണ്ട്. എടാ ഈ പണി വലുത് നിനക്ക് അറിയോ? ആളെ കൊല്ലില്ലല്ലോ. ഒരുത്തൻ വരുന്നുണ്ട്, മുടിസ്വാമി വരുന്നുണ്ട്. മുടിസ്വാമി പാപ്പൻ ഗീർ മാറാൻ നിന്നെ ഓടിച്ചോണ്ടിരിപ്പിക്കുമ്പോഴാ പഠിപ്പിക്കണേട്ടാ. നല്ല പ്രാക്ടീസാ. ജീവൻ വെച്ചിട്ടാ കളി. ഒടിഞ്ഞോനെ ചേട്ടാ വരണ വഴിക്ക് ഇതേ കുറെ വൈൽഡ് ബുള്ള് നിൽക്കണു. പശു എല്ലാം ഉണ്ട്. പാപ്പനല്ലാട്ടാ അതേ ബുള്ള് പോയി ഇഷ്ടം പൊടി ഇഷ്ടം പോലെ ഉണ്ട്. ആ സെന്ററിൽ നിൽക്കണവനാണ് ഏറ്റവും അടിപൊളി. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. എത്ര നോക്കിയേ പാപ്പോ നിന്നെ കാണുമ്പോഴേക്കും പോവാ കേട്ടോ. ആ അത്ര ബഹുമാനാ. ഓ വിൻഡ് നോക്കണോ പാപ്പൻ? ഭയങ്കര മണ. ഇവരുടെ പഴയ ഹട്ട് നോക്കിയേ. മുള്ളു കൊള്ളാം, നല്ല പുള്ളുണ്ട്. സൂപ്പർ ഹട്ടാട്ടോ ഇവിടെയുള്ള. അടിപൊളി. ഇത് നോക്കിയാൽ ഹട്ട് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ചെറിയ ക്രീക്ക്. ആ മലയുടെ താഴെയാണ് നമ്മൾ കണ്ടേ. ദേ ഇവിടെ ചെറിയ ഒരു പാലം. അപ്പുരാജൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഓ തക്കി റുമ്പ. ഓ ഷാലിഡ്കോ ഷാലിഡ്. അങ്ങനെ രാത്രിയായി നമ്മൾ നമ്മുടെ ഹട്ടിലേക്ക് എത്തിയിട്ടാ. ദേ കാണുന്നു, അതാണ് നമ്മുടെ ഹട്ട്. എന്ത് കാടിന്റെ സെന്ററിലോ നോക്കിയേ. അറിയാം അപ്പൊ Your wife is sick. Your wife is sick. ഇവിടുത്തെ സെറ്റ് പോകിയ കിടുക്ക സ്ഥലട്ടാ. പാപ്പ കൊള്ളാട്ടാ കിടുക്ക സെറ്റ് പോലെ. ഫുള്ള് ഇപ്പുറത്ത് മലയും തേങ്ങയും വാങ്ങി അതിൻ്റെ ഉള്ളിൽ ആണ് ഈ ഹട്ട്. ഔട്ട് ഓഫ് നോ വെയർ. നാളെ പശുവിനെ പിടിച്ചിട്ടേ നേരെ ഈ ചെമ്പിലിട്ട് വേവിക്കാൻ പാപ്പ. ആ ഇത് എന്നാടാ ചൊറിയണേ? എന്നാ ചെയ്യാനാ, വണ്ടി ഇരുന്നിട്ടേ നിക്കറ് കയറി പോയി അകത്തേക്ക്. നമുക്ക് ഇനി 2 അടിച്ചാലോ? എത്ര നേരമായി? 2 അടിക്കാം. കാണിച്ചു കൊടുക്കാം. അത് പിന്നെ വൈബ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അടിമക്കണ്ണുകൾ പണി തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഓ ഇതിനുള്ളിൽ കിടുക്ക സെറ്റപ്പാണോ? ഓ പന്നീനെ കരടീനൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ബുള്ളിനടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ടാക്സി ചെറുമി. ഓ നല്ല ലുക്കുള്ള ബുള്ളല്ലേ. ഓ ഇതിന് നോക്കിയേ നമ്മുടെ എന്ത് വലിയ കൊമ്പാന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 പോയിന്റർ ഒരു വെച്ചിട്ട് 16 പോയിന്റർ മാനാണ് ഇത്. ഇത് നോക്കിയേ അവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കുണ്ടിൽ കൊണ്ടൊഴിക്കും. എന്നിട്ട് നമുക്ക് ഇതിലിരിക്കാം ഫുള്ള്. ഓ ബാക്കിലെ അരുവിയുടെ സൗണ്ട് ആണല്ലേ പാപ്പ. ഇത് കൂട്ടൊരു മൂടിഞ്ഞ് കിട്ടിയല്ല ഇതുപോലെ ആൽക്കഹോളിക് വെതർ. ഓ ഈ ഇവിടെ നമുക്ക് കിട്ടിയില്ല. ബീറൊക്കെ എത്തി. എന്ത് പ്ലേസ് ആണ്. സൂപ്പറല്ലേ. രാവിലെ നാളെ മൃഗം വീഴണം. മൃഗം വീണില്ലെങ്കിലും എന്താ. പാപ്പോ രാവിലെ തന്നെ മനൂക്ക ഹണിയൊക്കെ കൂട്ടിട്ട് അടിക്കണ കേട്ടാ കാപ്പി. ഓ എന്ത് സെറ്റപ്പ്. ഏറ്റവും ടോപ്പ് നോച്ച് ഹണി കേട്ടാ. ഇവിടെ നല്ല ഇഷ്ടം പോലെ ഹണിയുണ്ട്. അത് അനത്ത് ഒഴിക്കാണ്.
Mr. Malath. So you produce heaps of honey from here, right? Yeah. Yeah, we produce about 10 tonne. Every year. Yeah, it depends. Some years, like last year was a very bad season. Yeah. This year's been a very good season. Right. So you can't tell, every season's different. How big is your land? It's pretty big. It's just over 5,000 acres. So Jacob was telling me there's a difference between the run bull and a wild bull. So is this still wild bull what we having here or feral? No, these are true wild cattle, and how they ended up here during the Depression, a lot of the landowners couldn't survive and they walked off the land. Yeah. And and some of the cattle they couldn't muster in and they stayed. Oh yeah. So that breed of cattle Yeah. has been here for a long, long time. And Yeah. they've never been handled, and they are like really, really wild. The big thing about them is don't ever corner them. Like as long as they can get away, Yeah. that's their choice. Yeah. But if you corner them, they'll Kill you. kill you. തുണി എന്തത് തുണിയൊക്കെ കത്തിച്ച് പാപ്പനെ അപ്പിയിട്ടിട്ട് കുണ്ടി കൊടുത്തില്ലെന്ന് തോന്നുന്നു അതിനുള്ള ഷീറ്റ് എടുത്ത് തീർക്കും അയ്യോ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു നിറച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളെ കണ്ടു അവർ നമ്മളെ കണ്ടു ഓടി കുട്ടി പോകണം കുട്ടി പോകണം ശരിയല്ല റോഡിലായിരുന്നു There was two bulls. The whole mob would have been in here. Yeah. Two were racing over these. If they were there, we would have got up the back and we would have seen them. Yeah. But they gave the show away. Yeah. There. They're going there. There. കണ്ടാ They are on the top of that hill there. ദേ പോണു കണ്ടാ സെൻറ്ററിൽ ക്യാമറയുടെ സെൻറ്ററിൽ നോക്കട്ടെ കുറച്ച് അകലെയാ പോയി ശരി സ്റ്റിൽ ഗോയിങ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല പാപ്പ ടാർഗറ്റ് ദ നെക്സ്റ്റ് അത്രേ ഉള്ളൂ. അതാണ് രസ ഹണ്ടിങ് നന്നായിട്ട് അപ്പം ഹാട്ടിലേക്ക് പോണ്ട് എന്ത് നല്ല രസമല്ലേ ഇവിടെ നിന്ന് കാണാൻ മുടിഞ്ഞ സ്ഥലമല്ലേ ഇത്? പണ്ടര ബ്ലാക്ക് പോളീസാനായിരുന്നു കേട്ടോ നല്ല മോബായിരുന്നു അതെ. പക്ഷെ നമ്മൾ പോണ വഴിക്ക് നമുക്ക് അതിലെ പോയി നോക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം സമയമുണ്ടല്ലോ. 10-17 ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ക്രാവുകളായിരുന്നു, 2 വലിയ ഉള്ളായിരുന്നു ആ കൂട്ടത്തില്. അപ്പുരാജ് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അതെ അപ്പുരാജ് വരട്ടെ. ഒരു പഴയ ഹട്ടാട്ടാ നല്ല രസമുണ്ട്. ഇതൊക്കെ ചെറിയൊരു സെറ്റപ്പ്, നമ്മൾ ക്ലൈഡൻ്റെ അവിടുത്തെ സെറ്റപ്പ് പോലെ. ഞാൻ പുറത്തേക്ക് നോക്കിയേ നമ്മുടെ പഴയ പിക്കാസൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ട എന്ത് വൈൽഡ് ലുക്ക് അതൊക്കെ. പഴയ പിക്കാസ്, കുതിരയുടെ പുറത്തിറങ്ങുന്ന സൂന, പുതിയൊരു കണ്ണാടി ഇരിക്കുന്നുണ്ട് പാപ്പൻ്റെ, അതാണ് ഇതിലൊരു വെറൈറ്റി സാധനം. പിന്നെ ഇവിടെ പാപ്പനും ഇരിക്കുന്നുണ്ട്. പാപ്പോ ബുള്ള് പോയട്ടോ. ബുള്ളിനെ പിടിക്കുന്നേ നല്ല ഹണ്ടിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി. ഇഷ്ടംപടി സാധനമല്ലേ ഇവിടെ, പിടിക്കാതെ അവിടെ പോകാൻ. ഓ അതിനിടയിൽ ബുക്ക് വായിക്കാൻ ഞാൻ കേട്ടോ ആവികാശ്. റീഡിങ് ദ ബുക്ക് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ആവി ഫാരെ മുത്ത് ഹാക്കെ.
ഷട്ടിലേക്ക് വന്നല്ലോ. പിന്നെ നിയർലി നമ്മളിപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ടാവില്ലേ? അല്ല, രാവിലെ നടത്തും കൂടെ കൂടിയാണ് 1 മണിക്കൂർ മുകളിലായി. ആ ഓക്കെ. ഡെസ്റ്റിനേഷൻ 2. ഇവിടെയൊക്കെ നിറച്ച് മാൻ നിൽപ്പുണ്ട്. നിറച്ച് മാന. ബാബാ കണ്ട പുള്ള പുള്ളുണ്ടോ? നീ കണ്ടായിരുന്നോ? എവിടെയാ കണ്ടേന്ന് പറയൂ. ബാബാ എത്ര ഉണ്ടായിരുന്നു? 2 വലിയ പുള്ളുണ്ടായിരുന്നു. 2 അടിയറിനെ എവിടെ വെച്ചാൽ വലിയ ഡിയറാണ് നിൽക്കുന്നത്. ഇപ്പം ഡിയറിനെ അടിച്ചാൽ ഇവൻ പോവും. ഡിയറിനെ നമുക്ക് വായിക്കിട്ടാണെങ്കിലും അടിക്കാൻ ഇഷ്ടംപടിയുണ്ട്. അയ്യോ ദേ പോവും. ഡിയറിനെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും പാടാ. ഡിയർ അവിടെ ഇപ്പം തീറ്റ വന്നുകൊണ്ടിരിക്കുക. 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഊമ്പിയല്ലോ. ഇല്ലെന്നേ, താനുള്ള ഹണ്ടിങ്ങിൻ്റെ രസം. രസം. ആഫ്രിക്കയിൽ പോയി 7 ദിവസം കിടന്നൊരു പുലിയൊക്കെ ഇട്ടാൽ തിരിച്ചു വന്ന ആൾക്കാരെ ഞങ്ങൾ. എന്താ പറഞ്ഞാൽ ബുള്ള് നമ്മളെ കണ്ട ഓടില്ല എന്നാ അങ്ങനെ ആരോ കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ. അതെ 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 അതെ. എനിക്ക് തോന്നണ ഈ മാനിനേക്കാളും ആടിനേക്കാളും എല്ലാത്തിനേക്കാളും പ്രശ്നം ബുള്ളാണോ? അതെ, ഭയങ്കര സെൻസിറ്റീവ് വന്നേ. നമ്മള് അവിടെ എന്തോ ഒരു മനുകളാന്നേ അനങ്ങാതെ. അതെ, പിന്നെ ബുള്ള് നമ്മള് അടുക്കൂല ഉമ്മാര്. ചള്ളയിൽ നിന്നിട്ട് ഉമ്മാര് കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പടയ്ക്കണം. അതെ, അത് വിൻഡ് മാറി പോവുകയും ചെയ്യല്ലോ. വിൻഡ് നമ്മളെ പാസ് ചെയ്താൽ പോയി. വിൻഡ് പഴയ ഫുട്ബോൾ കളിക്കാരനാന്ന് തോന്നുന്നു. പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പണ്ട് പാസ് ചെയ്താൽ പണി കളി. ഓഞ്ഞ കോമഡി അടിച്ചു. എരിയുന്ന കനലിന്റെ കനവുകൾ അറിയുന്ന സുഖം മകമകം എവിടെ അല്ലേ പാപ്പാ? അതെ, പാപ്പ സാധനം കിട്ടുന്നേ. വീണില്ലേ? മുരി വീഴും. വെടി മാറാതെ വീഴും. കയറിടുന്നു പാപ്പ. സത്യം പറഞ്ഞു നടക്കുന്നേ. വൈകിട്ട് രാവിലെ തന്നെ ആക്റ്റീവ്. എന്തും മൃഗങ്ങളായിരുന്നു. വൈകിട്ട് ആകുമ്പോൾ ആക്റ്റീവ് ആവും. ഇല്ലെങ്കിൽ രാത്രി സ്പോട്ട് ലൈറ്റ് കൊണ്ട് പോയിട്ടാണ് വെടി വെച്ചിട്ട് വിളി മയിരിനെ. എന്തിനെ? പശുവിനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാപ്പ. പോവാ. നടക്കാം. അടിച്ച് ഒന്നും കിട്ടില്ല. ഞാൻ ഇങ്ങനെ നിൽക്കാം. നീ എന്നെ അടിച്ചോ. ഒറ്റ ഉണ്ടെങ്കിൽ കട്ടയേക്കാനും ചിലപ്പോ ബുള്ളറ്റ് കയറാൻ ലേസം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പറാ? പവറല്ല, എന്താ വൈകുന്നേരം കിട്ടിയിരിക്കും. കിട്ടുന്നേ, കിട്ടാതെ അപ്പൊ കിട്ടുന്നു കേട്ടോ. കത്തി എടുത്താൽ കിട്ടും. അപ്പച്ചനാ കത്തി എടുത്ത് മുള്ളൻകൊല്ല് ഏതായത് കത്തിയത് കണ്ട് കണ്ട ചോര കാണാകത്ത് പോല. പാപ്പന് പിന്നെ ഇതൊക്കെ തൂക്കാനുള്ള ആരോഗ്യമുണ്ട്. പറ്റിയല്ലോ. ഇത് ബാഗില്ല. നമുക്ക് പെട്ടെന്ന് ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ തോക്കുമൊക്കെ സ്ഥലമില്ലെങ്കിൽ പണിയുള്ളത്. അതിനാണ് ബാഗ് കൊണ്ടെടുക്കുന്നത്. അതല്ല എപ്പോഴും ഇതിൻ്റെ അത് ആവശ്യമില്ല. തുണിയെല്ലാം കുത്തിക്കറ്റേക്കണത്. ഇതിൻ്റെ അകത്തിൻ്റെ ബാക്കി നല്ല തുണികളല്ല ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് 2 ജാക്കറ്റൊക്കെയാ. നീ രാത്രി കാട്ടിപ്പെട്ട് പോയി അവിടെ കിടക്കാനുള്ള സാധനവും. ഭയങ്കര രസമാണ് കാണാൻ. അമ്മാനെ കാണാനല്ലേ ഭയങ്കര പുള്ളിയാണ്. ബ്യൂട്ടിഫുൾ സ്കിൻ ഓൺ ദാറ്റ് വൺ. നമ്മൾ രാവിലെ വന്ന സ്ഥലമാട്ടോ ഇത്. തീരെ കയറിയിട്ട് അവർ ഓടിപ്പോയത്. അവരാദ്യം തന്നെ പോകുന്നുണ്ട്.
Good shot. Oh, they put a full group. പാപ്പ ഒറ്റടിക്ക് വീണു പാപ്പ. പൊളി വീണു പാപ്പ. That was a good shot. Good spotting, man. പാപ്പ പൊളിച്ചു പാപ്പ. ഒറ്റടിക്ക് വീണു പാപ്പ. അവി അവി പാപ്പ അത് ക്യാമറ കിട്ടിയില്ലേ? Good one there, right? Good shot, man. Wow. Because They'll roll and then they get up again. We wait. ഫോട്ടോ എടുത്തേ. ഫോട്ടോ എടുക്കല്ലേ? ഒറ്റടിക്ക് വീണു കേട്ടോ പക്ഷെ പാപ്പ. അതെ അത് നല്ല സ്പോട്ടിൽ നിൽക്കുമായിരുന്നു അവനെ. നല്ല കളറ്, നല്ല കളറല്ലേ, ടൈഗറിന്റെ കളർ, ഇങ്ങനെ വര വര കിടക്കുന്ന കളറാട്ടാ. അവികാശ് അപ്പോ ഇനിയിപ്പോ എന്താ പറയാ, രാജേട്ടൻ പറഞ്ഞ പോലെ എന്തിനോ വരണ പോലെ അല്ല, അടുത്ത് ഇനി മൂരിനെ തന്നെ അടിക്കാനായിട്ട് വരാലോ. പശുവെങ്കിൽ പശു. അതെ, പുള്ളിനോട് പറഞ്ഞേ ഷോട്ട് എടുത്തു നമുക്ക് നോക്കാം, ഇതാണെന്ന് തോന്നുന്നതെന്ന് പറയും. കാരണം വേറെ നമുക്ക് ലാസ്റ്റ് ചാൻസ് കല്ലില്ലേ ഇത്, ടൈമർ റണ്ണൗട്ട് ആയിക്കൊണ്ടിരിക്കുമല്ലേ. ഒറ്റടിക്ക് വീണു പക്ഷേ അത്ര നല്ല സെറ്റപ്പായിട്ട് നിൽക്കുമായിരുന്നു അവനെ. ഒറ്റടിക്ക് വീണു, മാനൊക്കെ വീണ പോലെ ഒറ്റടിക്ക് വീണേ. ഒറ്റയടിക്കണം, അത് നല്ല സ്പീഡിലല്ലേ ഇവിടെ. നല്ല ഷോട്ടായിരുന്നു എന്താണെങ്കിലും കേട്ടോ പാപ്പ. നമുക്കേതായാലും പ്രോബബ്ലി 400-500 kilo. No, less than. നല്ല സൂപ്പർ കോമ്പോ. How heavy is that? You reckon? Not sure. അപ്പോ എന്തോ സാധനം തൂങ്ങി കേട്ടാ. എന്ത് രസം നോക്കി എന്റെ ഫ്രണ്ടില്. ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ഇത് ഇവിടെ ഇടാൻ പോവാണ് കേട്ടാ. നാളെ നമ്മൾ എടുക്കുന്നുള്ളൂ. നാളെ രാവിലെ പുള്ളിനെ നോക്കി പോയിട്ട് എന്തായാലും ഇതായി കേട്ടോ, നമുക്ക് എന്തൊരു ആക്ഷൻ നടന്നല്ലോ. പിന്നെ ശരിക്കും സിംഹത്തിന്റെയും കടുവയുടെയും പുറത്ത് ലൈനാട്ടോ. അതെ, രണ്ട് കാലിന്റെ ഇടയില് പാപ്പൻ. അതെ, കാലുകൾക്കിടയിലെ പാപ്പൻ. പാപ്പോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നന്നായല്ലേ. 100 കൊല്ലം പഴക്കമുള്ള ആണെങ്കില് സമയം ഉപകാരപ്രദമായി. തീയിട്ട് മൂടാക്കി കേട്ടോ. മൂടാക്കി കിട്ടുക്ക സെറ്റപ്പ്. നമ്മുടെ അപ്പച്ചന്റെ മോനാട്ടാ, ഫുള്ള് സെറ്റപ്പ് ആക്കണേ. ആള് മുട്ടിക്കണ. How old are you? 8 years old. And your name? Nice to meet you, Clint. നീ എടുത്തിട്ടായിരുന്നു മറ്റേ ഇന്നസെന്റ് പറയല്ലേ, എവിടെ കുപ്പി ഗ്ലാസ്, എനിക്കൊന്ന് ഛർദിക്കണം. ഇഷ്ടം ശ്രമിക്കാത്ത പറയല്ലേ, എവിടെ ധാരാളം കുപ്പി ഗ്ലാസ്, എനിക്കൊന്ന് ഛർദിക്കണം. രാവിലെ ഇച്ചിരി തലവേരെങ്കിലും ഉണ്ടായിരുന്ന മതിയായിരുന്നു പറഞ്ഞത്. ഒഴിക്കണം അഭിരാജെ, എവിടെ ഗ്ലാസ് കത്തിപ്പോവോ? ഓ സൈമൻ ചാച്ചാ, എൻ്റെ അമ്മ പേര് കേട്ട് മരുന്നുകാരനാ നാട്ടിലെ, സർക്കാരിനല്ല. അപ്പച്ചൻ അടിക്കാന്ന് പറഞ്ഞേ, പിന്നെ മതി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ആദ്യം ബിയറൊന്നും അടിക്കട്ടെ, പഴുകട്ടെ എന്ന് പറഞ്ഞു. എന്നാ അങ്ങോട്ടാ പിടിക്കങ്ങോട്ട് അങ്ങോട്ട് പിടിക്കങ്ങോട്ട് എന്നാ പിടിക്കട്ടെ മലത്തെ അടിക്ക്. ചൂട് കാഞ്ഞ് നല്ല നാടൻ ചാരായോ. എനിക്ക് മാത്രം പീലാസ പോലത്തെ സാധനമുള്ളത് ദൈവമേ. Cheers. Just for the day. For the day, just a begins. You. Beautiful. Yes, തകർക്കും നമ്മള്. നാളെ മാറ്റി തുടങ്ങാം. വാ പാട്ടേപ്പാ, ഇതാണ് മാറ്റ്. സൂപ്പർ സാധനം കേട്ടോ. പുള്ളിയിടയ്ക്ക് എൻ്റെ മനസ്സിൽ തട്ടിയൊരു അഭിവാദ്യം. പിന്നെ ഇതാ സാധനം പണ്ട് നമ്മൾ കുടിച്ചത് പൂളവെള്ളം. പാപ്പൻ ഞങ്ങളുടെ ആനന്ദ നിർവൃതിയിലായി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി മൂവ്മെന്റേ. നല്ല സുഖമല്ലേ, കാലിന്റെ നടുക്ക് തീയൊക്കെ കാഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാം അല്ലേ. പിന്നെ അതിനുള്ള പരിപാടി നമ്മൾ ഇവിടെയും ചെയ്യും, ആഫ്രിക്കയിലും ചെയ്യുമല്ലോ. അതാണ് നല്ല എല്ലാ പരിപാടികളും നമ്മുടെ കയ്യിലുണ്ടെന്നേ. ഇനി നാട്ടിലുള്ളവരും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഹണ്ട് ചെയ്യട്ടെ, എൻജോയ് ചെയ്യട്ടെ. ഇതൊക്കെ നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എൻജോയ് ചെയ്യുക, ആനന്ദിക്കുക, മൂവ് എവറി മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ അപ്പച്ചൻ തന്നെ ഒരു ഉദാഹരണം അതിന്. 70-ാം വയസ്സിലും എൻ്റെ അമ്മാതിരി പണി. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, സോ സീ യു ടുമോറോ. അല്ലേ പാപ്പ? ഗുഡ് നൈറ്റ്.